പാലക്കാട് ധോണി മേഖലയിൽ വിറപ്പിച്ച പുലി ഒടുവിൽ കുടുങ്ങി. ധോണി സ്വദേശി ടി.ജി. മാണിയുടെ വീടിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് പുലർച്ചെ പുലി കുടുങ്ങിയത്. പുലിയെ സമീപത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നീക്കുന്നതിനിടെ പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന് പരിക്കേറ്റു. പുലിയെ പറമ്പിക്കുളം വനത്തിൽ തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. മൂന്നാം തവണയും കോഴിയെ പിടിക്കാൻ ധോണി സ്വദേശി ടി.ജി. മാണിയുടെ വീടിന് പുറകുവശമെത്തിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടതോടെ ആശ്വാസത്തിലായത് ഏറെ നാളായി ഭീതിയിൽ കഴിഞ്ഞ നാട്ടുകാരാണ്. പുലർച്ചെ 3:30 പുലി കുടുങ്ങിയ വിവരം ടി.ജി. മാണിയുടെ ഭാര്യ ലിജി ജോസഫ് വനം വകുപ്പിനെയും നാട്ടുകാരെയും അറിയിച്ചു. പുലർച്ചെ തന്നെ പുലിയെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റി. പുലിയെ മാറ്റുന്നതിനിടെ പുലിയുടെ മാന്തലേറ്റ് പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ വിരലിന് ഗുരുതര മുറിവേറ്റു. ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ ഇവിടെ 2 പ്രാവശ്യം അടുപ്പിച്ചാണ് വന്നത്. ഇപ്പോൾ 3ാമത്തെ ദിവസമാണ് വന്നത്. അപ്പോൾ അവരിവിടെയാണ് കൂട് വെച്ചിരുന്നത്. അപ്പോൾ കൂട്ടിലൊരു കോഴീനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുലി വന്ന് വെളുപ്പിന് ഒരു 3:20 ആയിട്ടില്ല, അതിന് മുന്നേ വന്ന് പെട്ടു. സമാധാനമായി മേനെ. ഇപ്പം അത്രയും നമുക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് എൻ്റെ മുറ്റത്ത് വന്ന് വീണ് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഇന്നലെ പിന്നെ എന്തായാലും പറഞ്ഞ കുട്ടി എല്ലാവരെയും വിളിച്ചറിയിച്ച് അതിനെ പിടിച്ചു. ഞങ്ങൾക്ക് അത് മതി, അത്ര അവസ്ഥയുള്ളൂ. കഴിഞ്ഞ 2 മാസത്തോളമായി ധോണി മേഖലയിൽ ഇറങ്ങിയ പുലി നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിച്ചത്. ടി.ജി. മാണിയുടെ വീട്ടിൽ നിന്നും 2 തവണയാണ് പുലി കോഴിയെ പിടികൂടിയത്. പുലിയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം പറമ്പിക്കുളം വനത്തിൽ തുറന്നുവിടുമെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 2 മാസത്തോളമായി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ധോണി നിവാസികൾക്ക്. പുലിയെ പിടികൂടിയതോടെ ഭീതിയൊഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. കൊട്ടാരക്കര താമരക്കുടിയിൽ കാട്ടുപന്നി ഇറങ്ങി ഏത്തവാഴകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. മൈലം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് മാത്തൻ ഏലയിലാണ് പന്നിശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇതേ തുടർന്ന് കൃഷി അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. 4 പറക്കണ്ടത്തിൽ കൃഷി ചെയ്ത ഏത്തവാഴ തൈകളാണ് നശിപ്പിക്കപ്പെട്ടത്. തങ്കപ്പൻ, സുകുമാരൻ, സുജാതൻ എന്നീ 3 കർഷകർ ചേർന്നായിരുന്നു പാട്ടത്തിനടുത്ത് കൃഷി നടത്തി വന്നിരുന്നത്. മുൻപും പന്നിശല്യത്താൽ മരച്ചീനിയും പച്ചക്കറികളും നശിപ്പിക്കപ്പെട്ടിരുന്നു. പാട്ടമെടുത്ത കൃഷിയാണ് അത്. വാഴ, പയറ്, പിന്നെ തണ്ണിമത്തന് എല്ലാ ഇതിലുണ്ട്. വാഴയാണ് ഇപ്പം ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ന്യൂനമർദ്ദത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വിളവെടുക്കാൻ പാകമായ പാവലും പടവലവും നശിച്ചിരുന്നു. ഇപ്പോൾ പന്നിശല്യത്താൽ 20-ൽ പരം ഏത്തവാഴകളാണ് നശിച്ചത്. നമ്മൾ പാട്ടമെടുത്ത് കൃഷി ചെയ്യുന്ന നിലമാണ്. അതിൽ ഇപ്പം പയറ്, വാഴ, വെള്ളരി, പാവൽ ഇത്രയും നമ്മൾ കൃഷി ചെയ്യുന്നു. അതിൽ പന്നിശല്യമൊക്കെ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് വാഴയാണ്. ഏത്തവാഴ, 4 മാസം പ്രായമുള്ള വാഴ. പന്നിശല്യം രൂക്ഷമാകുന്നതിനാൽ കൃഷി സംരക്ഷിക്കാൻ കർഷകർ ഉറക്കമിളച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ പന്നിശല്യം കർഷകർക്ക് ഭീമമായ നഷ്ടം വരുത്തുന്നതിനാൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. യുക്രൈൻ യുദ്ധം ഇങ്ങ് വയനാട്ടിലെ തേയില കർഷകരെ അടക്കം ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ തേയിലയുടെ ലോകത്തെ ഏറ്റവും പ്രധാന വിപണിയാണ് റഷ്യയും യുക്രൈനും. യുദ്ധത്തോടെ തേയിലയുടെ കയറ്റുമതിയിലുണ്ടായ കുറവാണ് ഇവരുടെ ആശങ്ക ശക്തമാക്കുന്നത്. യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് 4 കോടി കിലോയിലധികം ചായപ്പൊടിയാണ്. യുക്രൈനിലേക്ക് 1.5 കോടി കിലോഗ്രാമും. ഇതിൽ 45% ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തേയില വിപണിയിലും കനത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. തോട്ടം മേഖലയിൽ ഏറ്റവും കൂടുതൽ ചായ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് റഷ്യ, ഉക്രൈൻ, അതുപോലെ ഈ CIS രാജ്യങ്ങളെല്ലാം ഉള്ളത്. അവിടേക്ക് കപ്പലുകൾ വരാനും പോകാനുമുള്ള ബുദ്ധിമുട്ട്, കരിങ്കടലിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതൊക്കെ ഓപ്ഷനെ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ഓപ്ഷനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ വയനാട്ടിലെ തോട്ടം മേഖലയിലും വയനാട്ടിലെ ഇടുക്കിയിലൊക്കെ തോട്ടം മേഖലയിൽ പ്രതികൂലമായി ബാധിക്കുന്നതായി. 10 ലക്ഷം ടൺ ചായപ്പൊടിയാണ് ഓരോ വർഷവും വയനാട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. കൊച്ചി, കോയമ്പത്തൂർ, കൂനൂർ എന്നിവിടങ്ങളിലെത്തിച്ചാണ് കയറ്റുമതി. 4600 ഹെക്ടർ തേയിലത്തോട്ടമാണ് വയനാട്ടിലുള്ളത്. തേയിലയ്ക്ക് പുറമെ കാപ്പി കയറ്റുമതിയും പ്രതിസന്ധിയിലാണ്. ന്യൂസ് 18 വയനാട്. യുക്രൈനിലെ യുദ്ധമാണ് തേയില കർഷകർക്ക് തിരിച്ചടിയായതെങ്കിൽ കടുത്ത വേനലാണ് ഇടുക്കിയിലെ ഏല കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. കടുത്ത വേനൽ ഏലം ഉണങ്ങി നശിക്കുകയാണ്. തീ പടർന്ന് ഏലത്തോട്ടങ്ങൾ കത്തി നശിക്കുന്നതും കർഷകർക്ക് തിരിച്ചടിയാവുന്നുണ്ട്. വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ കനത്ത പ്രതിസന്ധി നേരിടുമെന്ന ആശങ്കയിലാണ് കർഷകർ.
കഴിഞ്ഞ വർഷം തുടർച്ചയായ മഴയായിരുന്നു ഏലം കൃഷിക്ക് വെല്ലുവിളിയായതെങ്കിൽ ഇക്കുറി വില്ലൻ കത്തുന്ന വേനലാണ്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഏലച്ചെടികൾ ഉണങ്ങിത്തുടങ്ങി. പച്ച വല വിരിച്ച് ചെടികൾ സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ല. ഇതിനിടെ ഏലത്തോട്ടങ്ങളിൽ തീ പടർന്നു പിടിക്കുന്നതും പതിവാകുകയാണ്. ഏക്കർ കണക്കിന് തോട്ടങ്ങളാണ് ഇതിനോടകം കത്തിനശിച്ചത്. വൈദ്യുതി ലൈനുകളിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് പലയിടത്തും തീപിടുത്തമുണ്ടാകുന്നതെന്ന് കർഷകർ പറയുന്നു. നനഞ്ഞിട്ട് ഇപ്പം ഒരു 15-20 ദിവസമായി നനച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നനച്ചാലും യാതൊരു പ്രയോജനമില്ല. പക്ഷേ ഇന്നത്തെ ചൂടിൻ്റെ കാഠിന്യം ഭയങ്കരമാണ്. അതുകൊണ്ട് നമുക്ക് നനച്ചത് കൊണ്ടൊന്നും പ്രയോജനമില്ല. എല്ലാ ഇല ഒടിഞ്ഞുകൊണ്ടിരിക്കുക. ഏതാണ്ടൊരു 1000-1500 മൂട് ചെടിയോളം ഈ അഗ്നിബാധയിൽ കത്ത് പോയിട്ടുണ്ട്. കൂടാതെ കൊടികളും ഒത്തിരിയേറെ നശിച്ചിട്ടുണ്ട്. ഈ മിസ്റ്റിട്ടുള്ള കാടായിരുന്നു. മിസ്റ്റും പൈപ്പുകൾ കംപ്ലീറ്റ് കത്തി നശിച്ച് പോയിട്ടുണ്ട്. ഏലത്തോട്ടങ്ങൾ നനച്ച് വെയിലിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഇപ്പോൾ കർഷകരുടെ നീക്കം. എന്നാൽ ജലക്ഷാമം മൂലം പല ചെറുകിട കർഷകർക്കും ജലസേചനം നടത്താൻ കഴിയുന്നില്ല. വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ തോട്ടങ്ങൾ പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് ഏലം കർഷകരുടെ ആശങ്ക. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട ലാഹയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലറിന് തീപിടിച്ചു. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് പുക ഉയർന്നതോടെ റോഡരികിൽ നിർത്തിയിടുകയായിരുന്നു. ആളുകൾ ഇറങ്ങിയതിന് പിന്നാലെയാണ് വാഹനത്തിന് തീപിടിച്ചത്. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. അപകട കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ദേശീയപാതാ വികസനം വടകര പട്ടണത്തെ രണ്ടായി മുറിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. DPR നിർദ്ദേശിക്കുന്ന തരത്തിൽ മണ്ണിട്ടുയർത്തിയാൽ ഈ നഗരം രണ്ടായി മുറിയുമെന്ന ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത്. നഗരത്തിലൂടെ കോൺക്രീറ്റ് തൂണുകൾ ഒരുക്കി എലിവേറ്റഡ് പാത വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാതാ വികസനം വടകര പട്ടണത്തിൽ എങ്ങനെ നടപ്പാക്കും എന്ന ആശങ്കയാണ് ഉയരുന്നത്. ദേശീയപാത അതോറിറ്റി തയ്യാറാക്കിയ DPR പ്രകാരം വടകരയിൽ മണ്ണിട്ട് ഉയർത്തിയുള്ള പാതയാണ് നിർമ്മിക്കുക. ഇത് പട്ടണത്തെ രണ്ടായി മുറിക്കുമെന്നും അതിനാൽ കോൺക്രീറ്റ് തൂണിന്മേലുള്ള എലിവേറ്റഡ് പാത വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്കാര്യം അധികൃതരുടെ പരിഗണനയിലാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തീരെ കാഴ്ച മറച്ചുകൊണ്ട് 9 മീറ്റർ ഉയരത്തിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടാവുക. ഇത് ഇത്രയും ഭീകരമായിട്ടുള്ള ഇത്രയും 4 കിലോമീറ്റർ ദൂരത്തിൽ എവിടെയും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ 230 കോടി രൂപയുടെ ഭൂമി വെറും 14 ലക്ഷം റുപ്യ ഒരു സെൻറ്റിന് കൂട്ടിയാലാണ് ഞാനീ പറയുന്നത്. ഇത് ഈ മണ്ണിട്ട് തൂർത്തിയത് കൊണ്ട് ആർക്കാ ഗുണം? ആർക്കും ഗുണമില്ല. ഇത് നമ്മുടെ പൊതുഖജനാവിൻ്റെ പണമാണ്. അതേസമയത്ത് ഇത് തൂണിൻ്റെ മുകളിൽ പാതയാക്കുകയാണെങ്കിൽ ജനങ്ങൾക്കും ദേശീയപാത അതോറിറ്റിക്കും നഗരസഭയ്ക്കും ഇവിടെയുള്ള കച്ചവടക്കാർക്കും പൗരസമൂഹത്തിനും ഒക്കെ അതിൻ്റെ ഗുണമുണ്ടാവും. DPRൽ വടകര പഴങ്കാവ് റോഡ് ജംഗ്ഷൻ മുതൽ കരിമ്പനപ്പാലം വരെ മണ്ണിട്ടുയർത്തി പാത നിർമ്മിക്കുമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അടയ്ക്കാത്തെരു, നാരായണ നഗരം ജംഗ്ഷനുകളിലാണ് മേൽപ്പാലം. അതിനടുത്തുവരെ മണ്ണിട്ടുയർത്തും. ഫലത്തിൽ ഇരുവശവും തമ്മിൽ കാണാത്ത വിധത്തിൽ മതിൽ ഉയരുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. 4 കിലോമീറ്റർ ദൂരത്തിൽ മണ്ണിട്ട് ഉയർത്തുന്നതോടെ 230 കോടി രൂപയുടെ ഭൂമി മണ്ണിനടിയിലാവും. എലിവേറ്റഡ് പാതയാണെങ്കിൽ പാലത്തിന് താഴെ 1600ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് സാങ്കേതിക വിദഗ്ധർ പഠന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 വടകര. വാളയാറിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ ലോറിയിൽ ഒളിപ്പിച്ച് കടത്തിയ 170 കിലോ കഞ്ചാവ് പിടികൂടി. കേസിൽ കോട്ടക്കൽ സ്വദേശികളായ നൌഫൽ, ഫാസിൽ, ഫിറോസ്, ഷാഹിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നും കോട്ടക്കലിലേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത്. ലോറിയുടെ റൂഫ് ടോപ്പിൽ ടാർപ്പായി ഉപയോഗിച്ച് മൂടിയ നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും ഉത്തരമേഖല എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റ് പാർട്ടിയും സംയുക്തമായി പരിശോധന നടത്തിയാണ് കഞ്ചാവ് പിടികൂടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ മോഷണം. വടകര കണ്ണൂക്കരയിൽ ദാമോദരൻ, പ്രേമലത എന്നിവരുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ CCTV ക്യാമറകൾ തകർത്തു. CCTVയുടെ DVR മോഷ്ടാക്കൾ കൊണ്ടുപോയി. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 6 പവൻ സ്വർണവും പണവും മോഷ്ടിച്ചു. ചോമ്പാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സുരക്ഷാ വീഴ്ചയിൽ വനംവകുപ്പും കേസെടുത്തു. അനുവാദമില്ലാതെ അണക്കെട്ടിലേക്ക് പോയതിനാണ് കേസെടുത്തിരിക്കുന്നത്. 2 റിട്ടയർഡ് SIമാരടക്കം 4 പേർക്കെതിരെയാണ് നടപടി. ഇവരെ കടത്തിവിട്ട തേക്കടിയിലെ വനപാലകർക്കെതിരെയും നടപടിയുണ്ടാകും. ഇടുക്കിയിൽ റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി പാറ ഖനനം നടത്തുന്നതായി പരാതി. ഉഗ്രസ്ഫോടനത്തെ തുടർന്ന് സമീപവാസികളുടെ ഭൂമി വിണ്ടുകീറി. വീടിനും വിള്ളൽ ഏറ്റിട്ടുണ്ട്.
ചെമ്മണാർ ഗ്യാപ്പ് റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പാറ പൊട്ടിച്ചത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ചൊക്രമുടിക്ക് സമീപം പാറ പൊട്ടിച്ച് നീക്കുന്നത് നിബന്ധനകൾ പാലിക്കാതെയാണ് എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അതിശക്തമായ സ്ഫോടനത്തോടുകൂടിയാണ് ഖനനം നടക്കുന്നത്. ഉഗ്രസ്ഫോടനത്തിൽ സമീപവാസിയായ മുതുകുംപുറത്ത് ശശിയുടെ വീട്ടിൽ വിള്ളൽ വീണു. കൃഷിഭൂമി വിണ്ടുകീറിയ അവസ്ഥയിലാണ്. റോഡിന്റെ ഒരു ഭാഗത്ത് മൺതിട്ട രൂപപ്പെട്ടതിനാൽ ഇവിടെ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. വീടും കൂടെ ഇടിഞ്ഞു പോകും, അവിടെ ഇടിവുള്ളതാണ്, അത് എടുക്കരുത്, മണ്ണ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞ് തോണ്ടി അവര് അത് മൊത്തം അങ്ങോട്ട് ഇങ്ങനെയായി. പറമ്പിന്റെ പകുതി വശവും ഇടിഞ്ഞു, പെരയുടെ മിന്മേശം മൊത്തം ഇടിഞ്ഞിട്ടുണ്ട്, വീടിന്റെ ഭിത്തിയെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിനായി സർവേ നടത്തിയപ്പോൾ ഇരുഭാഗത്തും അടയാളം സ്ഥാപിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഒരു വശത്തു നിന്ന് മാത്രമാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. മറുഭാഗത്തെ കൽക്കെട്ട് ഒഴിവാക്കാനാണ് കരാറുകാരൻ ഒരു ഭാഗത്തു നിന്ന് മാത്രം സ്ഥലമെടുത്തത്. അധികമായി ഭൂമി ഏറ്റെടുത്തതോടെ 25 സെന്റോളം കൃഷിഭൂമി നഷ്ടമായെന്നും ആരോപണമുണ്ട്. ചെമ്മണ്ണൂർ ഗ്യാപ്പ് റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ ആരോപിച്ച് വിവിധ മേഖലകളിൽ പ്രദേശവാസികൾ മുൻപ് ആരോപണം ഉയർത്തിയിരുന്നു. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കി കട്ടപ്പനയിൽ യുവാവിനെ ഭാര്യാപിതാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. റാന്നി സ്വദേശി മനോജിനാണ് കഴുത്തിന് വെട്ടേറ്റത്. മനോജിന്റെ ഭാര്യാപിതാവ് കട്ടപ്പന സ്വദേശി ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചുമകനെയും ബാബു മർദ്ദിച്ചതായി പോലീസ് പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഇനി ചെറിയ ഇടവേളയിലേക്ക്. കാർഷിക കേരളം. വിളവെടുപ്പിന് ഭാഗമായി കൊല്ലം തഴവ തൊടിയൂർ വട്ടക്കായൽ പച്ചവിരിച്ച് ഏക്കറുകളോളം നീണ്ടുകിടക്കുന്ന വട്ടക്കായലിന്റെ മനോഹര കാഴ്ച കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി മാറുകയാണ്. ഓണാട്ടുകരയുടെ നെല്ലറകളിൽ പ്രധാനമായ പാടശേഖരമാണ് വട്ടക്കായൽ. 1000 ഏക്കറോളം വരുന്ന പാടശേഖരം വർഷങ്ങളോളം തരിശു കിടക്കുകയായിരുന്നു. 5 വർഷം മുൻപാണ് ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ കൃഷി ഇറക്കിയത്. സഹായവും പിന്തുണയുമായി തഴവ ഗ്രാമപഞ്ചായത്തും മുന്നിട്ടിറങ്ങി. ഇത് 5ാം തവണയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. 1000 ഏക്കറിലെ 325 ഏക്കറിലാണ് ഇപ്പോൾ കൃഷി നടക്കുന്നത്. 146 കർഷകരുടെ ഉടമസ്ഥതയിലാണ് വട്ടക്കായൽ. കുട്ടനാടൻ കർഷകനായ ശശിധരൻ പിള്ളയ്ക്ക് പാട്ടവ്യവസ്ഥയിൽ നൽകിയാണ് കൃഷി ചെയ്യുന്നത്. മണിരത്ന എന്ന ഇനത്തിൽപ്പെട്ട വിത്താണ് ഇത്തവണ വിതച്ചിരിക്കുന്നത്. 110 ദിവസം കൊണ്ട് വിളവ് കിട്ടുന്ന ഇനമാണിത്. ഇതുവരെയുള്ള കൃഷിയിൽ നിന്നായി 2000 ടണ്ണിലധികം നെല്ല് കിട്ടി. ഇത്തവണ 500 ടണ്ണിൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ് പാടശേഖര സമിതിയുടെ പ്രതീക്ഷ. നവംബർ മാസത്തിൽ വെള്ളം വറ്റിച്ച് ഡിസംബർ ആദ്യം കൃഷി ചെയ്തെങ്കിൽ മാത്രമേ വിളവ് പൂർണ്ണമായും കർഷകന്
ലഭിക്കുന്ന ഒരു സംവിധാനം വരും. ഇല്ലെങ്കിൽ വീണ്ടും ഇടവപ്പാതി പെയ്ത് ആ കൃഷി നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് മനുരത്ന എന്ന് പറയുന്ന വിത്താണ്. 110 ദിവസമാണ് അതിൻ്റെ പ്രായപരിധി. അതുകൊണ്ട് ഏപ്രിൽ അവസാനത്തോടു കൂടി മാത്രമേ ഈ വർഷം കൊയ്യാൻ പറ്റുള്ളൂ. വെള്ളം വറ്റിക്കുന്നതിനാവശ്യമായ മോട്ടോറുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ, ബണ്ടുകൾ ബലപ്പെടുത്തൽ, പള്ളിക്കലാറിന്റെ തടയണ പൂർണ്ണമായും പൊളിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 കരുനാഗപ്പള്ളി. തരിശു നിലത്ത് വിവിധയിനം പച്ചക്കറികൾ വിളയിച്ച് താമരശ്ശേരിയിലെ റോട്ടറി ക്ലബ്ബ്. താമരശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് 1 ഏക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കിയത്. കൃഷിഭവന്റെ കൂടി സഹായം ലഭിച്ചതോടെ 100 മേനി വിളവാണ് ഇവർക്ക് ലഭിച്ചത്. ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിച്ചാൽ തരിശുനിലത്തും പൊന്നുവിളയിക്കാമെന്നാണ് താമരശ്ശേരിയിലെ റോട്ടറി ക്ലബ്ബ് തെളിയിച്ചിരിക്കുന്നത്. കൃഷിഭവന്റെ തരിശുനില കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവർ നിലം കൃഷിയോഗ്യമാക്കിയത്. പടവലം, ചുരങ്ങ, പാവൽ, കക്കിരി, വെണ്ട, പയർ, എളവൻ, വെള്ളരി, മത്തൻ, ചീര, കോളിഫ്ലവർ, തക്കാളി തുടങ്ങിയവയെല്ലാം ഇവിടെ വിളയിച്ചെടുത്തു. മികച്ച വിളവ് കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പ്രചോദനമായി. ഒരു 10-20 വർഷമായിട്ടൊന്നും ചെയ്യാതെ കിടന്ന സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ JCB കൊണ്ടുവന്ന് നിരത്തി ലെവലാക്കി വെറും ജൈവവളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ കീടനാശികളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഈ ദേശം 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ ഞങ്ങൾ 60 സെൻറ്റോളമാണ് ഞങ്ങൾ പച്ചക്കറി ചെയ്തേക്കുന്നത്. 2 വർഷം മുമ്പ് ഞങ്ങൾ റോട്ടറിയുടെ ഒരു നല്ല ഒരു വിളവെടുപ്പ് എടുത്തതാണ്. ഏതാണ്ട് ചുരുങ്ങിയ 1.5 ടണ്ണോളം പച്ചക്കറി ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പല ജോലികളിൽ ഏർപ്പെടുന്നവർ രാവിലെയും വൈകിട്ടും കൃഷിയിടത്തിലെത്തിയാണ് ഇവിടെ പൊന്നു വിളയിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ സത്താർ നിർവഹിച്ചു. ന്യൂസ് 18 താമരശ്ശേരി. തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്ത്, 10 അടി നീളമുള്ള ദിനോസർ, ഇടുക്കി മുനിയറ സ്വദേശിയായ രാജേഷിന്റെ വീട്ടിലെ അത്ഭുത കാഴ്ചകളാണ് ഇവയെല്ലാം. കൃഷിയിലെ ഇടവേളകളിലാണ് രാജേഷ് ഈ മനോഹര കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. ഈർക്കിലാണ് രാജേഷിന്റെ പ്രധാന അസംസ്കൃത വസ്തു. കൃത്യമായ അളവിൽ ചീകി മിനുക്കിയ ഈർക്കിലുകൾ ഉപയോഗിച്ച് മാസങ്ങളെടുത്താണ് രാജേഷ് ഓരോ ശില്പവും ഒരുക്കുന്നത്. 5 അടി നീളവും 3 അടി ഉയരവുമുള്ള കപ്പലിന്റെ മാതൃകയാണ് ഏറ്റവും പുതിയ ശില്പം. 2 പതിറ്റാണ്ടുകളിലധികമായി ഈർക്കിൽ ശില്പ നിർമ്മാണ രംഗത്ത് സജീവമാണ് രാജേഷ്. ഇതൊരു 10-20 വർഷമായി ഞാൻ ഇത് ആരംഭിച്ചിട്ട്. തുടക്കം എന്ന് പറയുന്നത് ഒരു ഈ ഫെസ്റ്റുകൾക്കൊക്കെ പോയി കണ്ട് അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയതായിരുന്നു. ഇത് ഒരു കൗതുകം തോന്നി ചെയ്യാൻ തുടങ്ങിയതാണ്. ആദ്യം ചിരട്ടയിലൊക്കെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഈർക്കിലിയിലേക്ക് തിരികെയായത്. 10 അടി നീളവും 5 അടി ഉയരവുമുള്ള ദിനോസർ, ഏറുമാടം, ബസ്, ക്ഷേത്രം തുടങ്ങി നിരവധി നിർമ്മിതികൾ രാജേഷ് ഒരുക്കിയിട്ടുണ്ട്. ദിനോസറിന്റെ ശില്പമൊരുക്കാൻ 7 മാസമെടുത്തു. വീടിനകത്തും പുറത്തുമായി കൗതുക കാഴ്ച പകർന്ന നിരവധി ശില്പങ്ങളാണുള്ളത്. കൃഷിയിടത്തിലെ ജോലിക്കിടെ ലഭിക്കുന്ന ഒഴിവു സമയത്താണ് രാജേഷ് ശില്പങ്ങൾ ഒരുക്കുന്നത്. ആദ്യകാലങ്ങളിൽ ആവശ്യമായ ഈർക്കിലുകൾ പുരയിടത്തിലെ തെങ്ങുകളിൽ നിന്നും ലഭിച്ചിരുന്നു. എന്നാൽ രോഗബാധ മൂലം തെങ്ങ് കൃഷി നശിച്ചതോടെ ഈർക്കിൽ വിലയ്ക്ക് വാങ്ങിയാണ് നിലവിൽ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ചിരട്ടയിലും തടിയിലുമൊക്കെ രാജേഷ് ശില്പങ്ങൾ ഒരുക്കാറുണ്ട്. ഈർക്കിൽ ഉപയോഗിച്ച് 10 അടി നീളമുള്ള മുതലയുടെ ശില്പം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജേഷ്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കാരശ്ശേരിയിൽ പഞ്ചായത്തിന്റെ റോഡ് പ്രവൃത്തിയിൽ അശാസ്ത്രീയത ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. കാരമൂല കപ്പാല റോഡിൽ ജില്ലാ പഞ്ചായത്ത് നടത്തുന്നത് അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് ആരോപിച്ചാണ് കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 1 കോടി രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്ത് നവീകരിക്കുന്ന റോഡാണ് കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല കപ്പാല റോഡ്. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ചാണ് കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. കോടികൾ ചെലവഴിച്ച് നവീകരിക്കുന്ന റോഡിൽ ഡ്രെയിനേജോ മറ്റാധുനിക സംവിധാനങ്ങളോ ഇല്ലെന്നാണ് പരാതി. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരമൂല അങ്ങാടിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഈ പരിഷ്കൃത കാലഘട്ടത്തിന് യോജിക്കാത്ത വിധം ഒരു ഡ്രൈനേജ് സംവിധാനം ഇല്ലാതെ, അതുപോലെ തന്നെ സൈഡിൽ ഐറിഷിംഗ് ഇല്ലാതെ, ഇതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റിൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രവൃത്തി, തട്ടിക്കൂട്ട് പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നത്.
1 കോടി രൂപയുടെ പദ്ധതിയിൽ 20 ലക്ഷം രൂപ പോലും ഈ റോഡിന്മേൽ വിനിയോഗിക്കപ്പെടില്ല എന്നുള്ള സത്യം. നിലവിലെ റോഡിൽ നിന്നും 1 മീറ്റർ ഉയർത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. എന്നാൽ ഇതിനനുസൃതമായി പാർശ്വഭിത്തി നിർമ്മിച്ചിട്ടില്ല. മഴക്കാലമായാൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വന്ന് റോഡ് തകരാനും റോഡിന് ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾ വെള്ളക്കെട്ടിലകപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിലെ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കാരശ്ശേരി. വ്യവസായ, പ്രവാസി, സംരംഭകത്വ, നിക്ഷേപ സൗഹൃദ ജില്ലയാവാനൊരുങ്ങി കാസർഗോഡ്. വ്യവസായ പ്രമുഖരും സംരംഭകരും പങ്കെടുക്കുന്ന KL14 ഗ്ലോബൽ സമ്മിറ്റിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച വ്യവസായ, പ്രവാസി, സംരംഭകത്വ, നിക്ഷേപ സൗഹൃദ ജില്ലയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയ്ക്കാണ് തുടക്കമായത്. ഇതിന്റെ ആദ്യ ചുവടുവയ്പായി ജില്ലയിലെ വ്യവസായ പ്രമുഖരും സംരംഭകരും പങ്കെടുക്കുന്ന KL14 ഗ്ലോബൽ സമ്മിറ്റ് 2022-23 തുടക്കം കുറിച്ചു. മീറ്റിന്റെ ഭാഗമായി യുവ സംരംഭകർക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായം ഉറപ്പുവരുത്താൻ കാസർഗോഡ് ഇന്നൊവേഷൻ ഹബ്ബ് പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. Maybe if we focus on industrial activity in Kasargod, probably ivideyum exports kudum, ivideyum per capita income kudum. Here also we can have educational institutions. വരും ദിവസങ്ങളിൽ വിപുലമായ ആഗോള പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. എന്തുകൊണ്ട് കാസർഗോഡിൽ വികസിച്ചുകൂടാ? നമ്മളത് ചർച്ച ചെയ്യാൻ തുടങ്ങി കുറേ നാളായി. പക്ഷേ നമുക്ക് എവിടെ ഒരു തുടക്കം ആവശ്യമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. പരിപാടിയിൽ വിവിധ സ്റ്റാർട്ടപ്പ് സംരംഭകരെ ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. നട്ടലിന് രോഗം ബാധിച്ച സഹപാഠിക്ക് 50 രൂപ ചലഞ്ചിലൂടെ കാരുണ്യത്തിന്റെ കൈത്താങ്ങ്. ആലപ്പുഴ കായംകുളം MSM കോളേജ് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി അഞ്ജുവിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് SFIയുടെ നേതൃത്വത്തിൽ ഈ ചലഞ്ച് സംഘടിപ്പിച്ചത്. നട്ടലിന് രോഗം ബാധിച്ച് ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയാണ് അഞ്ജു. അഞ്ജുവിന്റെ സഹോദരിക്കും ഇതേ അസുഖം തന്നെയാണ്. പിതാവ് പുഷ്പദാസ് മത്സ്യബന്ധന തൊഴിലാളിയാണ്. നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് 2 കുട്ടികളുടെയും ചികിത്സാ ചെലവ് താങ്ങാനാകുന്നതിനും അപ്പുറമാണ്. മാർച്ച് 21-നാണ് അഞ്ജുവിന്റെ ശസ്ത്രക്രിയ. ഇതിനായി 5 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. തുക കണ്ടെത്താനാകാതെ വലയുന്ന കുടുംബത്തിന് സഹായവുമായാണ് 50 രൂപ ചാലഞ്ചുമായി SFI രംഗത്തെത്തിയത്. 1.25 ലക്ഷം രൂപയാണ് SFIയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച് കുടുംബത്തിന് കൈമാറിയത്. തുക കുട്ടിയുടെ രക്ഷിതാവിന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ കൈമാറി. 50 രൂപ വീതം ഓരോ വിദ്യാർത്ഥിയിൽ നിന്ന് കളക്ട് ചെയ്ത് 1,20,000 രൂപ കളക്ട് ചെയ്ത് കൊടുക്കുകയുണ്ടായി. തീർച്ചയായും ഇതൊരു വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ്. SFI മുൻകാലത്തും ഇതുമാതിരിയുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ എല്ലാം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് SFIയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനാണ് പ്രവർത്തകരുടെ തീരുമാനം. SFI ജില്ലാ കമ്മിറ്റി അംഗം ഗീതാഞ്ജലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളും യൂണിറ്റ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് 18 ആലപ്പുഴ. മംഗളൂരുവിൽ പൊതുനിരത്തിൽ ബൈക്കിൽ അപകടകരമായ വിധം അഭ്യാസ പ്രകടനം നടത്തിയതിന് മലയാളികൾ ഉൾപ്പെടെ 8 യുവാക്കൾ അറസ്റ്റിൽ. അഭ്യാസ പ്രകടനത്തിന്റെ വീഡിയോ യുവാക്കൾ തന്നെയാണ് ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് ട്രാഫിക് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ഒരു ബൈക്കിൽ 3 പേർ. ഓടിക്കുന്നയാൾ ഹെൽമറ്റ് വെച്ചതായി കാണാം. എന്നാൽ പുറകിലിരിക്കുന്ന 2 പേർ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമെന്ന നിലയിലാണ്. അടുത്ത വീഡിയോയിൽ ബൈക്ക് അതിവേഗത്തിൽ പോകുന്നതും വലിയ വാഹനങ്ങളുടെയോ വഴിയാത്രക്കാരുടെയോ തൊട്ടു മുൻപിലെത്തുമ്പോൾ വെട്ടിച്ചു മാറ്റുന്നതും കാണാം. മംഗളൂരു സിറ്റി ട്രാഫിക് പോലീസ് സംഭവത്തിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മലയാളികളടക്കം 8 പേരെയാണ് പിടികൂടിയത്. മാർച്ച് 1 മുതലുള്ള ദൃശ്യങ്ങളാണ് സംഘം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ കമന്റുകൾ ഇടുന്നുണ്ട്. മംഗളൂരു നഗരപരിധിയിൽ നിന്നായി കൂടുതൽ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും നടപടിയുണ്ടാകും. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.